പക്ഷേ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നത് അല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഏത് സംഭവത്തെയും, അതിപ്പോൾ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഒരു തമാശയുള്ള സംഭവങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് എങ്കിലും അതിനെ വളരെ തമാശയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാക്കി മാറ്റി അത് സിനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അതിൽ വിജയിച്ചിട്ടുള്ള ആളുമാണ് ശ്രീനിവാസൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ള സിനിമ, അതിനകത്ത് ഇപ്പോൾ ശ്രീനിവാസന്റെ കഥാപാത്രം ഈ പറയുന്ന സുഹൃത്തിനെ സഹായിക്കാൻ പോയി സ്വയം തല്ലുവാങ്ങി കൂട്ടുന്ന ഒരു സീനുണ്ട്. കാരണം അത് ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ അനുസരിച്ച് മോഹൻലാൽ പോയി ആ ഐഡിയ ശ്രീനിവാസന്റേതാണ്. പക്ഷെ അത് അവിടെ തല്ലുമേടിക്കുന്ന കഥാപാത്രം ശ്രീനിവാസന്റെ കഥാപാത്രമാണ്. അപ്പോൾ അവിടെയും ഈ എന്ന് പറയുന്ന ഒരു ഞാൻ എന്ത് സാഹചര്യം അതൊരു അല്ലേ ഒരു ജീവിതത്തിൽ ഒരു അങ്ങനെ ഒരു ഡയലോഗ് എന്ന് പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും ഒരു സാഹസം ഏറ്റെടുത്തില്ല പിന്നെ അതിനൊന്നും ഒരു ഉഷാറില്ലാത്ത രീതി. എനിക്ക് ആ ഡയലോഗ് മറന്നുപോയി. പക്ഷെ മാമ്പഴം ആലോചിച്ച് നോക്കൂ. കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ആ ഹാജിയാര് നമ്മുടെ ഒന്നും ഓർമ്മയിൽ നിന്ന് ഒരിക്കലും കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ മരിച്ചുപോയ സൗന്ദര്യം ശ്രീനിവാസനും കൂടിയുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ. എൻ്റെ മരിച്ചുപോയ ഉമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണ ഹാജിയാർ ഓരോ തവണയും ആ ഹാജിയാർ അതുപോലത്തെ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ കുറേ കഥാപാത്രങ്ങൾ ആ തരത്തിൽ നോക്കുമ്പോഴുണ്ട്. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ലിസ്റ്റ് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുകയായിരുന്നു. എന്തുമാത്രം വ്യത്യസ്തമാണ് ആ ലിസ്റ്റ്. കിളിച്ചുണ്ടൻ മാമ്പഴമുണ്ട്, ബോയിങ് നമ്മൾ എത്ര കാലം ബോയിങ്ങിലെ ദൃശ്യങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നാലോചിക്കുകയാണ്. ഒപ്പം പട്ടണപ്രവേശം, ഇങ്ങനെ നമ്മൾ പറയാതെ പോയ ചില സിനിമകൾ, മുത്താരംകുന്ന് പിയോ, ഇനി ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ശ്രീനിവാസന്റെ സിനിമയാണ്. അത് മമ്മൂട്ടി നായകനായ പടം. നീനാക്കുറുപ്പ് അവിടെയുണ്ട്. നീനാക്കുറുപ്പ് അതിൽ നായികയായി നീനാക്കുറുപ്പിന്റെ ആദ്യ ചിത്രമായിരുന്നു ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. അങ്ങനെ വളരെ സീരിയസ് ആയ സിനിമകളും ഇതിനിടയിൽ എത്രയോ വന്നിട്ടുണ്ട്. മൈ ഡിയർ ശരിക്കും വെള്ളാനകളുടെ നാട്ടിൽ ശ്രീനിവാസന്റെ ഒരു സീരിയസ് കഥാപാത്രമായിരുന്നു. അതിനകത്തല്ലേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നത്? അതെ, വെള്ളാനകളുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നത് അതിനകത്താണ്. കാരണം ആ ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇല്ലാതാകുന്നു. അപ്പോൾ അതിനെതിരെ ഈ രീതിയിലുള്ള ഈ കോൺട്രാക്ടർമാർക്കെതിരെ പ്രതികാരം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് കഥാപാത്രമായിരുന്നു വെള്ളാനകളുടെ നാട്ടിൽ. പക്ഷെ അതേസമയത്ത് അഴകിയ രാവണൻ നമ്മൾ വിട്ടുപോകരുതാത്ത ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അഴകിയ രാവണൻ ഈ പറയുന്നത് പോലെ നമുക്ക് പുത്തമ്മണക്കാരെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇന്നും അഴകിയ രാവണൻ സിനിമ ആലോചിക്കും. അഴകിയ രാവണനിലെ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ആലോചിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവർക്കും. പിന്നെ ആ സിനിമയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം, മറ്റേ NSSന്റെ പ്രധാനി മാപ്രാണം കരയോഗം, ഇപ്പോഴും നമ്മൾ അതിനകത്ത് ഈ പേരുകൾ കൊണ്ടുവരുന്നതിലാണ്. ഇപ്പൊ മാപ്രാണം കരയോഗം എന്ന് പറയുമ്പോൾ അതൊരു കൗതുകമായിട്ട് പെട്ടത്. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരം കരയോഗം എന്ന് പറയുന്നില്ല. അപ്പോൾ മാപ്രാണം കരയോഗം അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളിലൂടെയാണ് അദ്ദേഹം തോന്നക്കൽ പഞ്ചായത്തിലെ നമ്മൾ ഓരോ തെറ്റ് വരുമ്പോഴും ഇപ്പോഴും നമ്മളെ പോലുള്ളവരടക്കം ഒരു ചാക്ക് അരി പെറുക്കിയിട്ടു എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ശ്രീനിവാസനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ആ മഹാ പ്രതിഭയെ പ്രണമിക്കാൻ മാത്രമേ മലയാള സിനിമയ്ക്ക് ഇന്ന് കഴിയുള്ളൂ. എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ പറയാറുണ്ട് അതൊരു വിടവാണ്, വലിയ നഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശ്രീനിവാസൻ്റെ വിടവ് നികത്താൻ ഇനി മലയാള സിനിമയുള്ള കാലത്തോളം ഒരു മനുഷ്യനും കഴിയില്ല എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. കാരണം മലയാള സിനിമയെ അത്രത്തോളം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ സ്വന്തം കൈകളിലാണ് മലയാള സിനിമയെ ശ്രീനിവാസൻ പിടിച്ചു നിർത്തിയിരുന്നത്. അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും വന്നു ചേർന്നു. പക്ഷെ നടുക്ക് ഒരു നെടുന്തൂണായി ശ്രീനിവാസനുണ്ടായിരുന്നു, ശ്രീനിവാസന്റെ കഥകളുണ്ടായിരുന്നു. ശരിയാണ്. ഇപ്പോൾ കമൽ അവിടെ ഇരിപ്പുണ്ട്. കമലിനൊക്കെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ശ്രീനിവാസനോട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കമൽ എന്ന്. കമലിന് രാവിലെ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ അത് ശ്രദ്ധിച്ചിരുന്നു. ശ്രീനിവാസനെ അനുസ്മരിച്ചുകൊണ്ട് കമൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാവം രാജകുമാരനാണ് എടുത്തു പറഞ്ഞത്. അഴകിയ രാവണന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ കമലൊക്കെ ശരിക്കും ഞാനൊക്കെ കടപ്പെട്ടിരിക്കുന്നു ശ്രീനിവാസനോട്. മാത്രമല്ല ഈ സിനിമാ ചർച്ചകളാണ് ഇവരെ കൂടുതലും ആത്മബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളെ കൊണ്ടുവരുവാൻ, പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. പിന്നെ ഒരു സിനിമയിൽ ഇപ്പോൾ ശ്രീനിവാസൻ ഇല്ല എന്ന് വെക്കുക, പക്ഷേ ആ സിനിമയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ സത്യനന്ദിക്കാട്, കമൽ, ഇവരുടെയൊക്കെ സിനിമയുടെ ഭാഗമായി വെളിയിൽ നിന്നും ശ്രീനിവാസന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കാം. അത് സത്യനന്ദിക്കാടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിലും സഹകരിക്കാൻ പറ്റിയെന്ന് വരില്ല, തിരക്കുകൾ കൊണ്ട് പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ഫോൺ കോളിൽ ചിലപ്പോൾ ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭാഷണം, സിനിമയുടെ പേര്
അതുപോലും ചിലപ്പോൾ ശ്രീനിവാസന്റെ കയ്യിൽ നിന്നുണ്ടാവും. രസകരമായ പേരുകളാണല്ലേ. നമ്മളിപ്പോ ഈ സിനിമകളിലൊക്കെ പേര് പറയുമ്പോൾ ഒരു മറവത്തൂർ കനവ്, ഗോളാന്തര വാർത്ത, പാവം പാവം രാജകുമാരൻ, മുത്താരം കുതിപ്പി, സിനിമയുടെ പേരുകളൊക്കെ ഒരു കാലത്ത് നമ്മൾ മറന്നു പോവാത്ത തരത്തിൽ അതിനെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നുകിൽ സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. പക്ഷെ അത് എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തരത്തിൽ അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പ്രൊമോഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സിനിമാ പോസ്റ്റർ, പത്രത്തിൽ വരുന്ന ഒരു സിനിമാ പോസ്റ്റർ മാത്രമല്ലേ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇവരുടെ 3-4 പേരുടെ പടം വെച്ചൊരു പോസ്റ്ററിൽ നിന്ന് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ പ്രിയദർശൻ ശ്രീനിവാസൻ എന്നൊക്കെ കണ്ടാൽ ആളുകൾ കയറുന്ന തരത്തിലേക്ക് ശ്രീനിവാസൻ മലയാളത്തിൽ ഒരു ബ്രാൻഡായി മാറി. ആ ബ്രാൻഡ് ആകട്ടെ ഇനി എക്കാലത്തേക്കും മലയാള സിനിമയുള്ള പിന്നീട് മോഹൻലാൽ ശ്രീനിവാസൻ എന്നുള്ള ഒരു ബ്രാൻഡായി മാറി. കാരണം ദാസനും വിജയനും എന്നുള്ള കോംബോ അത്രമാത്രം വിജയകരമായിട്ടായിരുന്നു പോയത്. അതിൽ നാടോടിക്കാറ്റും പട്ടണപ്രവേശവും കഴിഞ്ഞ് അതിൽ നിർത്തുമെന്ന് കരുതിയപ്പോൾ അതിൽ ഒരു സീക്വൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെ പ്രിയദർശനാണ് സംവിധാനം ചെയ്തതെങ്കിലും അക്കരെ ഇല്ല, അതിപ്പോൾ കേരളവും കടന്ന് അമേരിക്കയിൽ ഷൂട്ടിംഗ് നടത്തി. പക്ഷെ അതിലും കുറേയേറെ സംഭാഷണങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ആ ഒരു സീക്വൽ അങ്ങനെ തന്നെ തുടർന്നു. കിരീടം തേടിയുള്ള പോക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പോഴും ആ കിരീടത്തെ പറ്റി ആലോചിച്ച് ചിരിക്കുമല്ലേ. ആ കിരീടമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഫ്രെയിം, ആ കിരീടം എന്താണെന്ന് ആലോചിച്ചാൽ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആ കിരീടം. ശ്രീനിവാസൻ വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അവശേഷിപ്പിച്ചു പോയത് കേരള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ. ആ 80കളിലും 90കളിലും ഒക്കെയുള്ള കേരള സമൂഹത്തിന്റെ ഒരു വലിയ ഒരു പരിച്ഛേദം, ഒരു വലിയ ഭാഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രങ്ങൾ അവശേഷിപ്പിച്ചു പോയിരിക്കുന്നത്. ഒട്ടേറെ സിനിമകൾ പേരെടുത്ത് തന്നെ ഇതിൽ പറയാം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെയുള്ള സിനിമകൾ, വെള്ളാനകളുടെ നാട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, മിഥുനം തുടങ്ങി TP ബാലഗോപാലൻ MA, ഇങ്ങനെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം ഈ കേരള സമൂഹത്തിൽ നിന്ന് തന്നെ തൊട്ട് മുന്നിൽ കാണുന്ന കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ച് വിജയിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി നിൽക്കുകയാണ്. മലയാള സിനിമയിലെ ഒരു വലിയ മലയാള സിനിമ മുഴുവൻ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും മറ്റ് താരങ്ങൾ, സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, മറ്റ് സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ശ്രീനിവാസനുമായിട്ട് അടുത്ത ബന്ധം ഉള്ളവരാണ്. ഇത്രയും 48 വർഷം എന്ന് പറയുന്നത് ചില്ലറ സമയമല്ല. 48 വർഷക്കാലം മലയാള സിനിമയുടെ മുഖ്യധാരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 1977 മണിമുഴക്കത്തിലൂടെ വന്ന ശ്രീനിവാസൻ 84 മുതൽ ഏതാണ്ട് സജീവം. പിന്നെ അദ്ദേഹത്തിന് ഒരു തവണയും വിശ്രമത്തിന് ഇട നൽകാത്ത രീതിയിൽ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെതായി സിനിമകൾ വന്നുകൊണ്ടിരുന്നു. അത് തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ, സംവിധായകൻ എന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ അഭിനേതാവ് എന്ന രീതിയിൽ ശ്രീനിവാസനെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കഥാ രചനയും അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഒരു അഭിനേതാവ് എന്ന രീതിയിലുള്ള ശ്രീനിവാസനെയാണ്. അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തതും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിലൂടെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ്. ഹാസ്യ കഥാപാത്രം എന്നതിനുപരിയായി അതിൽ ജീവിത സ്പർശിയായ കഥാപാത്രങ്ങൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ മലയാളികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിൽ കൂടുതലും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളാണ് എന്നത് അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം ആ കഥാപാത്രങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് സംവിധായകരുടെയും മറ്റു തിരക്കഥാകൃത്തുക്കളുടെയും സിനിമകളിൽ അദ്ദേഹം വന്നപ്പോൾ ഏതാണ്ട് അദ്ദേഹം കൊണ്ടുവന്ന കഥാപാത്രങ്ങളുടെ സമാനമായ രീതിയിൽ കുറെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായി കൂടി കണക്കാക്കാം.